നമസ്കാരം. എൻ്റെ ആദ്യത്തെ ഗുരു, അതായത് മൃദംഗത്തിൽ തത് തി ധൂം ണം പറഞ്ഞു തന്ന ആദ്യത്തെ ഗുരു എറണാകുളം ശ്രീനാരായണ അയ്യർ. അദ്ദേഹത്തിന് അക്കാലത്ത് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് കച്ചേരികൾ വായിച്ച് വലിയ പ്രാബല്യം ഒന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കും, സ്റ്റുഡൻസിനെ എടുക്കും, തയ്യാറാക്കും അദ്ദേഹം. വളരെ ഒരു ഡെഡിക്കേറ്റഡ്. എനിക്ക് ഒരു 6 വയസ്സ് 7 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം എനിക്ക് മൃദംഗം പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം തന്നെ എൻ്റെ ചെറിയ ഓർമ്മയിൽ അദ്ദേഹത്തിന് ഒരു 40-45 വയസ്സ് കാണണം. ആ സമയത്ത് തന്നെ 45 വയസ്സ് പോരാ, 50 വയസ്സ് ഉണ്ടാവും തോന്നുന്നു. വയസ്സായിട്ട് പ്രായത്തിലാണ് വന്നത്. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലത്ത് വിദ്വാന്മാരെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ, അതും ഈ ബേസിക് ക്ലാസ്സസ് എടുക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. അവർ അടുത്ത പാഠത്തിലേക്ക് അത്ര പെട്ടെന്ന് നീങ്ങില്ല. അപ്പോൾ ഒരു ക്ലാസ്സിന് വരികയാണെങ്കിൽ ത തറ്റി തി തറ്റി ധും തറ്റി ണം തറ്റി ത തറ്റി തി തറ്റി ധും തറ്റി ണം തറ്റി ത, ഇങ്ങനെ പറഞ്ഞു തരും. ഒരു ഇതിന് ഞാൻ പറയാണ്, പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അത് താളോട്ട് പറയണം. ആദ്യം താളോട്ട് പറഞ്ഞിട്ട് പിന്നെ വായിക്കണം. അപ്പോൾ നമ്മൾ ആ ചെറുപ്രായമല്ലേ, ത തറ്റി തി തറ്റി ധും തറ്റി ണം തരിങ്ങനെ വായിച്ച് നമ്മൾ കൈ കറക്റ്റായിട്ട് പടിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തുകൊണ്ടിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാണി എങ്ങനെയാ വെച്ചാൽ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കണ്ണടച്ച് താളോട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അടുത്ത കാലം വായിക്കണോ എന്തോ നമുക്ക് വായിക്കാമോ പാടില്ല എന്നറിയില്ല. അങ്ങനെ സ്ഥിതിയിലിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഇത് തന്നെ വായിച്ചുകൊണ്ടിരിക്കണം. അത് ഇക്കാലത്തൊക്കെ പറഞ്ഞാൽ നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അടുത്ത പുതിയതായിട്ടുള്ള ഒരു പാഠത്തിലേക്ക് നീങ്ങില്ല, അത്ര പെട്ടെന്ന് പോവുകയില്ല. അത് നമ്മൾ ഫിംഗറിങ്ങും ആ സൗണ്ടിങ്ങും കറക്റ്റ് ആവുന്ന വരെ ഇല്ലാതെ നീങ്ങില്ല. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ മനസ്സിലാവില്ല ഒന്നും. എല്ലാം ഒരുവിധം നമ്മൾ അതിലേക്ക് വന്നിട്ട് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഗുണം എങ്ങനെയാണെന്നുള്ളത്. അക്കാലത്ത് തന്നെ അങ്ങേര് വീട്ടിൽ വന്നാൽ പഠിപ്പിക്കുക. ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഞാൻ ഓടി കളിക്കാൻ പോകാറുണ്ട്. എൻ്റെ അമ്മ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിന് ഇരുത്തും. അതായത് പറയാൻ പാടില്ല, നമുക്ക് ആ വയസ്സിൽ ബോറടിക്കുന്ന പോലെ തോന്നും. പുതിയതായിട്ടൊന്നും എടുക്കില്ല. അത് തന്നെ വായിക്കണം. അത് തന്നെ വായിച്ച് നമ്മളിലേക്ക് ഊറുന്ന രീതിയിൽ അത് വായിക്കണം. അതിനുശേഷം അടുത്ത ലെസണിലേക്ക് പോകുള്ളൂ. ഇങ്ങനെ ഒരു 3 കൊല്ലം 4 കൊല്ലം അദ്ദേഹത്തിൻ്റെ പഠിച്ച ശേഷമാണ് തനിയാവർത്തനം അങ്ങനെ തുടങ്ങിയത്. തനിയാവർത്തനം കുറച്ച് ബേസിക് ആയിട്ടുള്ള തനിയാവർത്തനം തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ എറണാകുളം നാരായണീയർ സാറ് അദ്ദേഹം എൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, അതായത് ഈ കുട്ടിക്ക് നല്ല താളജ്ഞാനമുണ്ട്, കൈ നല്ലോണം വരുന്നുണ്ട്, നല്ലോണം മൃദംഗത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, എനിക്ക് ഇത്രേ അറിയാവൂ, എനിക്കിത് കൂടുതൽ അറിയില്ല പഠിപ്പിക്കാൻ, എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ ഇതുവരെ പറഞ്ഞു. അതായത് വെറും തനിയാർത്ഥം മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ആയുധാളത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം പറയണം, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി മേൽക്കൊണ്ട് നല്ലൊരു ടീച്ചറെടുത്ത് വിട്ടാൽ നല്ല രീതിയിൽ മൃദംഗത്തിൽ വരും, തീർച്ചയായിട്ടും വരുമെന്ന് അദ്ദേഹം അനുഗ്രഹിച്ച് അന്ന് പറഞ്ഞതിൻ്റെ ഗുണമാണ് ഞാൻ ഇന്നീ കാണുന്ന കെ.വി. പ്രസാദ്. അദ്ദേഹമാണ് മഹാനായ പ്രൊഫസർ പാറശാല രവി സാറെ സെലക്ട് ചെയ്ത് തരുന്നത്. അദ്ദേഹം എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ പാറശാല രവി എന്ന് പറഞ്ഞ് ഒരാൾ മൃദംഗത്തിൽ അവിടെ തൃപ്പൂണിത്തുറയിൽ ജോലി ചെയ്യുന്നുണ്ട്, RLB മ്യൂസിക് കോളേജ് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പ്രസാദിന് പറഞ്ഞു കൊടുക്കാൻ പറയാമെന്ന് പറഞ്ഞത് സാറാണ്. അപ്പോൾ ആദ്യത്തെ ഗുരുവാണ് എന്നെ രണ്ടാമത്തെ ഗുരുവിലേക്ക് എത്തിച്ചത്. അത് ഇക്കാലത്ത് ഏത് ഗുരു ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആരും എനിക്ക് ഇത്രയേ അറിയുള്ളൂ, ഇത് കൂടെ എനിക്കറിയില്ല എന്ന് അവരൊക്കെ മഹാന്മാരാണ്, അത്രയും ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഉള്ളവർ പറയാത്ത കാരണം എന്താ, അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതാണ് പഴയ ആൾക്കാരുടെ സമ്പ്രദായം. അദ്ദേഹമാണ് രവി സാറെടുത്ത് എന്നെ കൊണ്ട് ചേർത്തത്. അതേപോലെ രവി സാറാണ്
രവി സാറ് മൂർത്തി സാറിൻ്റെ അടുത്ത് പഠിച്ചത് കൊണ്ട് മൂർത്തി സാറ് നാട്ടിലെ കച്ചേരിക്ക് വരുമ്പോൾ രവി സാറ് കൂടെ പോകുമ്പോൾ ഞാൻ കൂടെ പോകാറുണ്ട്. അപ്പോൾ മുതലേ എനിക്ക് ചെറിയ ആ പ്രായത്തിൽ മുതലേ മൂർത്തി സാറിനെ അറിയാം. മൂർത്തി സാറിൻ്റെ അടുത്താണ് അടുത്ത് നീ പോയി പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്നെ മൂർത്തി സാറിൻ്റെ അടുത്ത് ചേർത്തതും രവി സാറാണ്. അപ്പോൾ മുതലേ അപ്പോൾ ആ കാലം മുതലേ. അപ്പം മൂന്നാമത്തെ ഗുരുവിനെ എനിക്ക് തേടി തന്നതും രണ്ടാമത്തെ ഗുരുവാണ്. അതാണ് എനിക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അതായത് ഓരോ ഗുരുക്കന്മാരുടെ സമ്മതത്തോടെ അടുത്ത ഗുരുവിൻ്റെ അടുത്ത് പോവുക, ആ ഗുരു അടുത്ത ഗുരുവിനെ നമുക്ക് അവിടെ പോയാൽ മതി എന്ന് പറയുക. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എനിക്കെന്തോ ഇവരെക്കുറിച്ചൊക്കെ പറയണം തോന്നി. അത് നാരായണീയ സാറിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ആ ബേസിക്സിൽ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തന്നതിൻ്റെ ഗുണം നമുക്കിപ്പോഴും അറിയുന്നുണ്ട്. നമസ്കാരം.